കുറുപ്പുംപടിയിൽ നിന്നും കാണാതായ 13-കാരിയെ ഒഡീഷയിലെ നക്സൽ ബാധിത മേഖലയിൽ നിന്നും രക്ഷപ്പെടുത്തി കേരള പോലീസ്. 4000-ഓളം കിലോമീറ്റർ സഞ്ചരിച്ചാണ് 13-കാരിയെ കുറുപ്പുംപടി പോലീസ് കണ്ടെത്തിയത്. നക്സൽ ബാധിത മേഖലയിൽ ജീവൻ പണയം വെച്ചായിരുന്നു രക്ഷാദൌത്യം. ഓഗസ്റ്റ് 13-നാണ് ഒഡീഷ സ്വദേശികളായ ദമ്പതികളുടെ മകളെ കാണാതായത്. സബ് ഇൻസ്പെക്ടർ KM അഭിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പെൺകുട്ടിയെ തിരികെ എത്തിച്ചത്. സഹിൻ ആന്റണി വിശദാംശങ്ങളുമായി ചേർന്നു. സഹിൻ, കേരള പോലീസിന് ഇത് അത്യധികം അഭിമാനത്തിന്റെ നിമിഷമാണ്. തീർച്ചയായിട്ടും സേതു, അങ്ങനെ തന്നെയാണ്. കേരള പോലീസിന് അഭിമാനത്തിന്റെ നിമിഷം തന്നെയാണ്. പ്രത്യേകിച്ചും നക്സൽ ബാധിത മേഖലയിലൂടെ അവരുടെ ജീവൻ പണയം വെച്ച് ഏറെക്കുറെ 40ഓളം കിലോമീറ്റർ. നബാഗച്ച എന്ന് പറയുന്നത് നക്സൽ ബാധിത പ്രദേശമാണ്. നക്സലുകൾക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടെ നിന്നാണ് ഈ പെൺകുട്ടിയെ കണ്ടെത്തുന്നത്. കഴിഞ്ഞ 13-ാം തീയതിയാണ് ഒഡീഷ ദമ്പതികളുടെ മകളെ കാണാതെയാകുന്നത്. പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ മൊബൈൽ ഫോണെല്ലാം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ഈ പെൺകുട്ടിയുടെ ആൺസുഹൃത്തുമായി ഒഡീഷയിലേക്ക് കടന്നു കളഞ്ഞു എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ആൺസുഹൃത്ത് പെൺകുട്ടി അങ്ങോട്ടേക്ക് കൊണ്ടുപോയി, നക്സൽ ബാധിത മേഖലയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു. എന്തായാലും 4000 കിലോമീറ്റർ ഈ കുട്ടിക്ക് വേണ്ടി നമ്മുടെ പോലീസ് യാത്ര തിരിച്ചു. അവിടെ എത്തി, നബാഗോച്ചയിലെത്തി. അവിടെ ഒഡീഷ പോലീസിന്റെ കൺവേയിൽ ഏറെക്കുറെ 40 കിലോമീറ്ററോളം സഞ്ചരിച്ചു. ആ കുട്ടിയെ തിരികെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നക്സൽ ബാധിത മേഖലയിലേക്ക് സാധാരണ ആളുകൾ പോകുമ്പോൾ തന്നെ വളരെ ഭയന്നിട്ടാണ് പോകുന്നത്. എന്നാൽ കേരള പോലീസ്, പ്രത്യേകിച്ചും കുറുപ്പുംപടി പോലീസ്, അവരുടെ ജീവൻ പണയം വെച്ച് പോയി നടത്തിയ ഒരു വലിയ മിഷനായിട്ട് തന്നെ ഇതിനെ കരുതേണ്ടി വരും. ഓക്കെ സഹിൻ, ശരി. അപ്പം